ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ കഥ, അതായത് 17/12/24 കഥ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ആദർശും കനകയും നന്ദും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വിഷയം നിലത്ത് തന്നെയാണ്. കാരണം എന്തൊക്കെ ചെയ്തിട്ടും അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും ഒക്കെ പിന്നെ നമ്മുടെ നയനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അമ്മായിമ്മ മാത്രം സ്നേഹിക്കുന്നില്ല. അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അതൊക്കെ തന്നെയാണ് വിഷയം. അപ്പോൾ അവൻ പറയും, എല്ലാം ശരിയാവും അമ്മേ, ശബരിമലയ്ക്ക് ഞങ്ങൾ പോയി വരുമ്പോഴേക്കും എല്ലാം കലങ്ങി തെളിയുമെന്നാണ് എൻ്റെ മനസ്സിൽ. കാരണം ഞാൻ അത്രയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മ തീർച്ചയായും നയനെ സ്നേഹിക്കും. അത് കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന മുഴുവൻ അത് തന്നെയാണ്. അതിനാണ് കഠിനമായിട്ടുള്ള വ്രതം എടുക്കേണ്ടത് എന്നൊക്കെ പറയും. അങ്ങനെ തന്നെ ആവണം മോനെ എന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നാൽ ആദർശേട്ടൻ വീട്ടിൽ പോയി വരും, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഞങ്ങളിവിടെ കാത്തു നിൽക്കാം എന്ന് പറയും. ശരി, എന്നാൽ ഞാൻ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദർശ് വീട്ടിൽ പോവാണ് കേട്ടോ. വീട്ടിൽ പോകുമ്പോൾ അവിടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവനിങ്ങനെ വിഷമത്തോടു കൂടിയിട്ടാണ് കയറി ചെല്ലുന്നത്. കാരണം അമ്മയും ക്രിട്ടിക്കലാണ്, ഭാര്യയുടെ ഓപ്പറേഷനും കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോൾ, എന്താ മോനെ, എന്താ ആശുപത്രിയിലെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, അമ്മയ്ക്ക് ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി അമ്മയുടെ ഓപ്പറേഷനാണ് മുത്തശ്ശി, അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. അപ്പോൾ മോളോ നോക്കി, അവളവിടെ ഉണ്ട് എന്ന് പറയും, നയന അവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് അവൾക്ക് എന്താ കുഴപ്പമെന്ന് നോക്കി, അല്ല അതല്ല ക്ഷീണമൊക്കെ ആയിരുന്നല്ലോ അതാണ് എന്ന് പറയും. അപ്പോൾ ശരി, പിന്നെ അവരെ മോൻ കണ്ടോ, മറ്റേ കിഡ്നി കൊടുത്ത അല്ല ലിവർ കൊടുത്ത കുട്ടിയെ കണ്ടു വയ്ക്കുമ്പോൾ കണ്ടു, കുഴപ്പമൊന്നുമില്ല, എന്തായാലും അവർക്ക് നല്ലോണം സഹായങ്ങൾ ചെയ്യണം, ചെയ്യാതിരിക്കരുത് എന്നൊക്കെ പറയും. അത് ഞാൻ വേണ്ടത് ചെയ്യാമെന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ പിന്നെ നയനമോൾ ഇനിയിപ്പോൾ അങ്ങോട്ട്, അപ്പോൾ പറയും നയന ഇങ്ങോട്ട് വരുന്നില്ല, എന്തായാലും അമ്മയുടെ ഇത് കഴിയുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നയനെ വീട്ടിൽ പോകുന്നതാണ് പറയുന്നത്. അതെന്താ വീട്ടിൽ പോകുന്നത് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ പോയി നിൽക്കാൻ പറഞ്ഞതാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പച്ചിയും ചെറിയമൊക്കെ കൂടെ ഇനിയിപ്പോൾ അവളെ കുറ്റപ്പെടുത്തില്ല ഓരോന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ പോയി ഞാൻ തന്നെ നിൽക്കാൻ പറഞ്ഞതെന്ന് പറയും. അത് ശരിയാണ്, അപ്പോൾ അവൾ പോയി നിന്നോട്ടെ വീട്ടിലെന്ന് പറയും. അങ്ങനെ ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും മുത്തശ്ശൻ. അതുപോലെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അച്ഛനുണ്ട് അവിടെ, പിന്നെ നന്ദും അമ്മയുണ്ട് അവിടെ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ട് പോട്ടെ, പിന്നെ ഒരു അമ്പലത്തിലൊരു ശയനപ്രദക്ഷിണം നേർന്നിട്ടുണ്ട് എന്ന് പറയും. അതെന്താ മോനെ അറിയും, അല്ല അച്ഛനതിന് മുന്നേ ചെയ്ത് ഇപ്പോൾ അമ്മയ്ക്കും നയനയ്ക്കും കൂടെ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എന്ന് പറയും. അവരും ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും അവർ. കാരണം അമ്മയ്ക്ക് നയനോടുള്ള ദേഷ്യമൊക്കെ മാറി സ്നേഹത്തോടു കൂടി പെരുമാറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ. അപ്പോൾ മുത്തശ്ശൻ പറയാം, അതെന്തായാലും നന്നായി എന്ന് പറയും, എന്നാൽ ഞാൻ പോകാൻ നോക്കട്ടെ എന്ന് പറയാം. ശരി എന്ന് പറയും. പിന്നെ അത് ഞാൻ അനാമികയുടെ വീട്ടിൽ ഭയങ്കര ചർച്ചയാണ്. അനാമികയുടെ അമ്മയും അച്ഛനും അനാമികയും കൂടെ ഇരുന്നിട്ട് ഭയങ്കര ചർച്ച. അതിൽ പറയും, ആരോ എന്തായാലും ലിവർ കൊടുക്കാൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്നും വേണ്ടാന്ന് അത്രയേ പറഞ്ഞത്. 23 വയസ്സായ ഒരു പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്, ഒന്നും വേണ്ടാന്നാണ് അത്രേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും വേണ്ടെന്നൊന്നും പറഞ്ഞാൽ ഇവർ കൊടുക്കാതിരിക്കുമോ, അവർ കൊടുക്കും, നിറയെ കൊടുക്കും, കോടികൾ തന്നെ കൊടുക്കും. അപ്പോൾ അനാമിക അറിയും, എന്താ ഇപ്പോൾ കൊടുത്താൽ 1000 കോടി പിന്നെ കിട്ടാണ്ടല്ലോ, 1000 കോടിയുടെ മുകളിൽ അവർക്ക് സ്വത്തുണ്ട്. പിന്നെ അപ്പോൾ 100 കോടി എങ്ങാനും കൊടുത്തപ്പോൾ എന്താ ഇപ്പോൾ വരാൻ പോകുന്നത്, 1, 5, 10 കൊടുത്തോട്ടെ, ആർക്കും വിരോധമൊന്നുമില്ല. പിന്നെ അപ്പോൾ നീ അവൾ കൊടുക്കാത്തതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നീ അങ്ങോട്ട് പോയി അനന്തപുരി പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അനി നിന്നോട് തന്നെ പറയും, അത് ബ്ലഡ് കൊടുക്കാനും ലിവർ കൊടുക്കാനൊക്കെ എന്തായാലും നിന്നോട് തന്നെ പറയാം, അതുകൊണ്ട് തന്നെ ഞാൻ പോവാഞ്ഞതെന്ന് പറയും. അപ്പോൾ പറയും, നീ എന്തായാലും പോകണം, നീ ഇങ്ങനെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കരുത്. ഇനിയിപ്പോൾ പിന്നെ എന്താണ് ദേവയാനി അസുഖമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ അവർ വരണം, എന്നാലേ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലൊരു തീരുമാനം എടുക്കും. അവർ തീർച്ചയായും വന്നു കഴിഞ്ഞാൽ അനീനെ ഇങ്ങോട്ട് പറഞ്ഞയക്കും, നിന്നെ വിളിച്ചും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ പോവാതിരിക്കരുത്, പോകണം, നീ മസിൽ പിടിക്കുകയൊന്നും ചെയ്യരുത്, ഞങ്ങൾ രണ്ടുപേരും നിർബന്ധിക്കും. അപ്പോൾ നീ എല്ലാ മനസ്സോടാണെങ്കിലും അങ്ങോട്ട് പോകണം, നീ പോയി പോകണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് പോകണമെന്നൊന്നുമല്ല, അപ്പോഴും അവൻ്റെ മനസ്സാ നന്ദുവിൻ്റെ കൂടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുക, അതൊന്നും നീ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്കൊരു കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ദേഷ്യവും ഇതൊക്കെ മാറും, പിന്നെ ആ അവിടുത്തെ ഒരു അനന്തരാവകാശിയായില്ലേ എന്നൊക്കെ പറയും. എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്നിട്ടല്ലേ ഇപ്പോൾ അവൻ്റെ കുഞ്ഞ് എന്ന് പറയണേ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ ദേഷ്യം പിടിച്ചിട്ട് അവൾ അങ്ങോട്ട് നീച്ചു പോവും. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ അങ്ങനെ പറയുകയാണ്, എന്താ ഇവളെ ചെയ്യുക, ഒരു 4-5 വർഷം അവളെ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ പിടിച്ച് നിന്നാൽ മതിയായിരുന്നു.
പിന്നെ എന്നാൽ തന്നെ നമുക്ക് അവൾ ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ അവൾക്ക് വേണ്ട, ഇനി അവനെ വേണ്ടാന്ന് പറഞ്ഞ് പോന്നു കഴിഞ്ഞാൽ അവൾക്ക് നഷ്ടപരിഹാരമായിട്ട് കോടികൾ തന്നെ അവർ തരും. അപ്പോൾ നമുക്ക് കടങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ സേഫാവും എന്നൊക്കെ പറയാം. അതായത് മകളെ വെച്ച് അവർ കളിക്കുകയാണ്. കാരണം അവളുടെ ലക്കിയാണ്, അവരുടെ കുടുംബത്തിൻ്റെ ഭാഗ്യമാണ് അനന്തപുരി തറവാട്ടിൽ ഇവൾ കയറി ചെന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണ് പറയേണ്ടത് മുഴുവനായിട്ടും. അങ്ങനെ അവിടുന്ന് പിന്നെ കാണിക്കുന്നത് ആദർശും നമ്മുടെ നയനേനെ കാണാൻ കനകയും നന്ദും കൂടെ ചെല്ലും. അപ്പോൾ നയന ഇങ്ങനെ കിടക്കും. ചെന്നിട്ട് ഭയങ്കര കരച്ചിൽ, സങ്കടത്തോട് കൂടിയിട്ട് സംസാരിക്കുക. അപ്പോൾ നയന പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നീ എന്തിനാണ് നന്ദു കരയണത്? നീ നല്ല ബോൾഡായ കുട്ടിയല്ലേ, നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? നീ കരയരുത്, നീ വേണ്ട ഇവരെയൊക്കെ സമാധാനിപ്പിക്കാൻ. അമ്മ അച്ഛനെ അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല മോളെ, അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ആദർശേട്ടനെ അവിടെ വയ്ക്കുമ്പോൾ വീട്ടിൽ പോയിരിക്കാൻ അറിയാം, നിങ്ങൾ ആദർശേട്ടനെ അച്ഛനെയും കുറ്റപ്പെടുത്തി സംസാരിച്ചോ എന്ന് പറയും. അപ്പോൾ അവരെ ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം ഞാൻ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയതാണ് അവരല്ലാണ്ട് അവരെന്നെക്കൊണ്ട് ചെയ്യിച്ചതല്ല അമ്മേ, അവർ പാവങ്ങളാണ്, അങ്ങനെയെങ്കിലും അമ്മ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്തിട്ട് എന്താ മോളെ, ദേവയാനിക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ എന്ന് പറയും. അതൊന്നും സാരമില്ല അമ്മേ, അതൊന്നും പ്രശ്നമാക്കണ്ട, എന്തായാലും എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമാണല്ലോ, അത് മതി. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ടല്ലോ, എനിക്കത് മതി, എന്തായാലും വേണ്ടില്ല, അമ്മ രക്ഷപ്പെട്ടു പോന്നാൽ മതി എന്നൊക്കെ പറയും. വിഷമിക്കാതിരിക്കൂ എന്നൊക്കെ. അപ്പോൾ ആദർശേട്ടന് വന്നാൽ ഒന്ന് വരാൻ പറയണേന്ന് പറയും. വന്നിരുന്നു മോളെ, അപ്പോൾ നീ മയങ്ങായിരുന്നു പറയും. എന്നാൽ ശരി പറഞ്ഞിട്ട് അങ്ങനെ ഒരു സങ്കടത്തോടു കൂടി രണ്ടാളും കൂടെ ഇങ്ങോട്ട് പോരുമ്പോഴേക്കും ആദർശം എത്തുമ്പോൾ പിന്നെ എന്താ അമ്മ വയ്ക്കുമ്പോൾ പറയാം, മോളുണർന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ദേവയാനീനെ ഇവർ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ കനകയും നന്ദും കൂടെ അവിടെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും അവർ പിന്നെയും നാണല്ലാണ്ട് അവിടെ കയറി ചെന്ന് ആ അമ്മയുടെ വയലിരിക്കുന്നത് മുഴുവൻ കേൾക്കും. അതിലറിയാം, എന്തിനാണ് നിങ്ങൾ വന്നത്, എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണല്ലോ, പിന്നെയും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എൻ്റെ BP കൂട്ടാൻ വേണ്ടിയിട്ടാണോ, അതാണ് ഇതാണ് അപ്പടിയാണ് ഇപ്പടിയാണ് എന്നൊക്കെ കുറേ പറയും. അപ്പോൾ പറയും, നീ ഇപ്പോഴും അവിടെ കയറി പറ്റാൻ നോക്കുകയാണല്ലോ, ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനാമികനെയാവും എൻ്റെ മരുമകളായിട്ട്, പിന്നെ അല്ലാണ്ട് ആരും വരില്ലെന്ന് പറയും. ഇപ്പോൾ നന്ദൂരിങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കും. കാരണം അവൾക്ക് വേണ്ടി, ദേവയാനിക്ക് വേണ്ടി ലിവറും കൊടുത്ത് ഒരുത്തി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. എന്നിട്ടാണ് അവളെ പറയണത് മുഴുവനും. എന്നിട്ടും ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് ദൈവത്തെ ഓർത്ത് എൻ്റെ BP കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരല്ലേ, എനിക്ക് വയറ് വല്ലാതെ വേനിക്കുകയാണ്, നിങ്ങൾ വന്ന് എന്നെ ഇങ്ങനെ ഇതാക്കരുത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കൂടെ അങ്ങനെ പറയും. അതിൽ നന്ദു അപ്പോഴും കടിച്ച് പിടിച്ച് ക്ഷമയോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. അതിൽ പിന്നെ പറയും, നിങ്ങൾ പൊക്കോ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി, ഇവിടെ നീ നിൽക്കേണ്ട ആവശ്യമില്ല, പൊക്കോ എന്ന് പറയുകയാണേ. അപ്പോൾ അവിടുന്ന് അവർ പോവുകയാണ്. അവർ രണ്ടുപേരും കൂടെ പിന്നെയും നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ കാണാൻ വേണ്ടി വന്നതാണ്, അതും കൊണ്ട് വന്നതാണ് കാണാൻ, ഞങ്ങളിനി പോവാന്ന് പറയും. അങ്ങനെ അവിടുന്ന് കുറേ അവരെ വായിലിരിക്കുന്നത് മുഴുവൻ രണ്ടാളും കൂടെ കേട്ടിട്ട് നന്ദു പിന്നെ നിവർത്തില്ലാത്തതുകൊണ്ട് നിന്ന് പോയതാണ്, അല്ലെങ്കിൽ ആ കുട്ടി തിരിച്ച് പോകുന്നേനെ. പിന്നെ അവിടെ വന്നപ്പോഴേക്കും അപ്പോഴാണ് ആദർശ് വരുന്നത്. അപ്പോൾ ആദർശിനോട് ഇങ്ങനെ പറയും, മോനെ ഞാൻ നയനെ കണ്ടു, മോളോട് സംസാരിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ മോൻ്റെ അമ്മയെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്തിനാ അമ്മേ പോയതെന്ന് വയ്ക്കും ആദർശ്. കാരണം ആദർശിനെ അറിയാം, അവർ കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർ ഷൗട്ട് ചെയ്യും എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ പറയും, എന്തിനാ അമ്മയെ വെറുതെ കാണാൻ പോയത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലല്ലേ എൻ്റെ മോളോടുള്ളത്, അതിനി എന്നാ മാറുക എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടപ്പെടുകയാണ്. അതിൽ പിന്നെ എല്ലാം ശരിയാവുമേ, ഞാൻ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ പറയും, അപ്പോഴാണ് നമ്മുടെ നന്ദു പറയും, ചേച്ചി ഉണർന്നിട്ടുണ്ട് പറയും. അപ്പോൾ ഞാനിന്ന് പോയി കണ്ടിട്ട് വരാം. എന്നിട്ട് അങ്ങനെ ആദർശം അങ്ങോട്ട് പോകാനും ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടത്തോടു കൂടി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അവളെ കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എങ്ങനെയെന്ന് അവളെ പോയിക്കുമ്പോൾ അമ്മ ഓക്കെയാണ്, അമ്മയുടെ ഇനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ അവരേനെ. അപ്പോൾ അവൾ പറയും, എനിക്ക് പ്രശ്നമൊന്നും, ഞാൻ അപ്ലൈ പറഞ്ഞില്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന്, പിന്നെ എന്തിനാ അങ്ങനെ വിഷമിക്കുന്നു വേണ്ട എന്ന് പറയും. അപ്പോൾ ആദർശ് പറയും, പിന്നെ നിന്നെ ഓർത്തിട്ടാണ്, നിന്നെ ഇതുമാത്രം ഞാൻ വേദനിപ്പിച്ചിരുന്നു, ഇനി ഞാൻ നിൻ്റെ ഭർത്താവ് മാത്രമല്ല, എൻ്റെ ദാസരം കൂടെയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അറിയാം, അങ്ങനെയൊന്നും പറയണ്ട, എൻ്റെ ഭർത്താവായിട്ട് മാത്രം ഇരുന്നാൽ മതി, ഇതെൻ്റെ കടമയാണെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിൽ അവർ ഭയങ്കര എന്താ പറയുക, സ്നേഹമോ ഇതൊക്കെ ഒരുപാട് ഇതായിട്ട് നയനയോട് അപ്പോൾ പറയും, ശരി ഞാൻ പുറത്തുതന്നെ ഉണ്ടാവും എന്ന് പറയുകയാണേ. അങ്ങനെ അവൾ പിന്നെ ആദർശ് പുറത്തേക്ക് പോരുകയാണ് നമ്മുടെ നയനേൻ്റെ അടുത്ത് നിന്ന് കേട്ടോ.
അപ്പോൾ അങ്ങനെ ആദർശ് നയനയെ കണ്ടിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അവൻ പറയും ഞാൻ പുറത്ത് തന്നെ കാവലുണ്ടാവും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നൊക്കെ പറയണം. അതിന് സന്ദർശകർ വരാതിരിക്കുന്നത് തന്നെ നല്ലത്, കാരണം ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണല്ലോ. അപ്പോൾ അങ്ങോട്ട് വിഷമിക്കുന്നു വേണ്ട അറിയാം. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല, പിന്നെ ഓപ്പറേഷൻ ചെയ്തെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. പറയുമ്പോൾ എങ്ങനെ അറിയാം, നിന്നെ മയക്കി കടത്തിയിട്ടല്ലേ ഓപ്പറേഷൻ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അച്ഛനറിയരുത്, എൻ്റെ അച്ഛനറിയരുതെന്ന് പിന്നെയും പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അച്ഛനറിയരുത്, അച്ഛനറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ താങ്ങില്ല എന്ന് പറയും. അതുകൊണ്ട് അച്ഛനറിയാതെ നോക്കണം എന്നൊക്കെ അവൾ പിന്നെയും പറയുന്നുണ്ട് ആദർശനോട്. അപ്പോൾ ആദർശ് ശരി ഞാൻ പോവാം, ഞാൻ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി അങ്ങനെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ സങ്കടം തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. ആകപ്പാടൊരു ദേഷ്യം അനാമികയുടെ വീട്ടുകാരോട് മാത്രമാണ്. കാരണം ഒക്കെ കൊടുക്കാറുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷേ ആവശ്യ സമയത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കനക ഒരു ഡയലോഗ്. അത് സത്യമാണ്. അതിപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയുണ്ട്. ഇപ്പോൾ ശരിക്കാണെങ്കിലും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാലും അവസാനം സഹായിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല. അതൊക്കെ തന്നെയാണ്. സീരിയലാണെങ്കിലും കുറേയൊക്കെ ശരിയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ പത്രമായിട്ട് എല്ലാവരും കാണണം, മിസ് ചെയ്യരുത്. നല്ല രസമുണ്ട് കാണാൻ. ഇനി അങ്ങോട്ട് എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. എൻ്റെ ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തും ചെയ്യണേ കേട്ടോ. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.